എത്തിക്കാൻ ഒരു പാട്ടുകാരിക്ക് സാധിക്കും എന്ന് മനസ്സിലായത് ശ്രീമതി ഉണ്ണികൃഷ്ണന്റെ ആ വാക്കുകളിലൂടെ. ഒരു നേരമെങ്കിലുള്ള ഭഗവാന്റെ തൃപ്പാദത്തിൽ അർപ്പിച്ചിട്ടുള്ള ആ ഗീതം അത് രാധാകൃഷ്ണന്റെ വേദിയിലുണ്ട്. ഞാൻ ഈ വേദിയിലിരിക്കുന്ന ശ്രീമാൻ ഹരി മേനോൻ അദ്ദേഹത്തെക്കാൾ കൂടുതൽ ഞാൻ സ്നേഹിക്കുന്ന, ഞാൻ ആരാധിക്കുന്ന ഹരിയുടെ അമ്മ അവിടെ സദസ്സിലുണ്ട്. അമ്മയെ ഞാൻ ഹരിയോടൊപ്പം ചേർത്ത് വെക്കുകയാണ്. ശ്രീനിവാസൻ തമ്പുരാൻ എൻ്റെ സ്വന്തം സഹോദരന് തുല്യമായിട്ടുള്ള ഒരാളാണ്. എനിക്ക് പേരറിയാത്ത ആളുകളുണ്ട്. ഈ അമ്മ എനിക്ക് എത്ര ഉമ്മകൾ നൽകിയിട്ടുണ്ടെന്ന് അറിയില്ല. ഇവിടെ അവാർഡ് വാങ്ങിയിട്ടുള്ള അമ്പലത്തിന്റെ ഒരമ്മ പറഞ്ഞു, ഇവിടെ നാരായണീയ സമിതി ഒരാളെ പോലും എനിക്ക് ഒരാളുടെ പേര്, ഒന്ന് രണ്ടാളുകളുടെ പേര് പറയാൻ സാധിക്കുന്നില്ല. ഞാൻ എല്ലാവരെയും ഹൃദയത്തിൽ ചേർക്കുന്നതോടൊപ്പം ഈ അഖില ഭാരതീയ നാരായണീയ സമിതിയുടെ നട്ടലാണ് നമ്മുടെ ശശിയേട്ടൻ. ശശിയേട്ടനെ നമുക്ക് എവിടെയും കാണാൻ സാധിക്കില്ല. ശശിയേട്ടൻ എവിടെയൊക്കെയോ ഉണ്ടാകും. അതുപോലെ ശ്രീമാൻ നന്ദുണ്ട്, ശ്രീ ചന്ദാലുണ്ട്, അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ നിന്ന് വന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനുണ്ട്. ഇത് ആര് കസേരയിൽ ഇരിക്കുന്നു എന്നതിന് ഒരു പ്രസക്തിയില്ല. ഓപ്പൺ ഡൗണിന്റെ ഓളാണ് രാജുവേട്ടൻ. 10 മിനിറ്റ് ഇല്ലാത്ത ആളാണ്. എപ്പോഴും ബിസിനസിനെ കുറിച്ച് ചിന്തിക്കുന്ന ആളാണ് രാജുവേട്ടൻ. എന്ന് ഇരിക്കുകയാണ്. രാജുവേട്ടൻ ഒരു ദിവസം സദസ്സിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ശ്രീ ശിവമഠത്തിൽ നിയമ പണ്ഡിതൻ അദ്ദേഹം ഫ്രണ്ടിലുണ്ട്. ഒരുപാട് ആളുകളുണ്ട്. ചന്ദ്രവതി ചേച്ചിയുണ്ട്. എനിക്ക് എല്ലാവരുടെയും പേര് ഞാൻ പറയാൻ സമയത്തിന്റെ പരിമിതി കൊണ്ട് എനിക്ക് സാധിക്കുന്നില്ല. കുറച്ച് സമയമാണ് ഇവിടെ സംസാരിക്കാനുള്ളത്. വേദിയിലും സദസ്സിലുമുള്ള സ്നേഹനിധികളായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ ഏവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം. ഞാൻ പൊതിഞ്ഞ് പ്രസംഗിക്കാൻ താല്പര്യമുള്ള ഒരാളല്ല. എന്നെ അഖില ഭാരതീയ നാരായണീയ സമിതിയുടെ വേദിയിൽ എനിക്കൊരു 5 മിനിറ്റ് തരുന്നുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, എനിക്ക് കാര്യങ്ങൾ ഉള്ളിൽ വെച്ച് പറയാൻ ഇഷ്ടമില്ലാത്ത, തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന സാക്ഷാൽ ഗുരുവായൂരപ്പനോട് ഇന്ന് അവിടെ പോയി പ്രാർത്ഥിച്ചിട്ടല്ല ഈ വേദിയിലേക്ക് ഞാൻ വന്നിട്ടുള്ളത്. പക്ഷെ എനിക്കറിയാം ഗുരുവായൂരപ്പൻ ഇവിടെ തന്നെ ഓടി ഓടി കളിക്കുന്നുണ്ട് ഈ നാരായണ സമിതിക്ക് അകത്ത് എനിക്കറിയാം. ആ ഭഗവാന്റെ ഓരോ പ്രതീകങ്ങളായി അമ്മമാരോട് ഇരിക്കുന്നുണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എന്നോട് ചേരാൻ സാധിക്കുന്നില്ലെങ്കിൽ കൂടി അത് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെല്ലാവരും നാരായണീയം ഇവിടെ ചൊല്ലി. നാരായണീയം ഇവിടെ ചൊല്ലിയപ്പോ ഇന്നലെ വാട്സപ്പിൽ ഒരു കലാകാരന്റെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം ഞാൻ കണ്ടു. ആ കലാകാരൻ പറയുകയാണ്, ഗുരുവായൂരപ്പൻ കാടാപ്പുഴ ഭഗവതിയെ വിളിച്ചു. കാടാപ്പുഴ ഭഗവതിയെ വിളിച്ചിട്ട് ചോദിച്ചു, ഭഗവതിയുടെ ആഭരണങ്ങളെല്ലാം അവിടെ തന്നെ ഉണ്ടോ എന്ന് ഗുരുവായൂരപ്പൻ ചോദിച്ചു. അപ്പൊ കാടാപ്പുഴ ഭഗവതി ഏറ്റുമാനൂരപ്പനെ വിളിച്ചു. ഏറ്റുമാനൂരപ്പനോട് ചോദിച്ചു, അപ്പന്റെ തിരുവാഭരണങ്ങളെല്ലാം അവിടെ തന്നെ ഉണ്ടോ എന്ന് ഭഗവതി ചോദിച്ചു. ആ സമയത്ത് സാക്ഷാൽ വടക്കുംനാഥൻ അദ്ദേഹം പറഞ്ഞു, ഉണ്ണി ഗണപതിയുടെ ആഭരണങ്ങൾ കൊട്ടാരക്കരയിൽ തന്നെ ഉണ്ടോ എന്ന് ഒന്ന് അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞു. അവസാനം ഉണ്ണി ഗണപതി ഒരു ഉപായം പറഞ്ഞത്രേ. കൊട്ടാരക്കര ഗണപതി എന്താണ്? ഒരു കാര്യം ചെയ്യാം, ഈ സ്വർണ്ണപ്പാളികൾ ചെമ്പുപാളിയായി മാറുകയാണെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും അവിടെ വന്ന കാണിക്ക മുഴുവൻ കൊണ്ടുപോയിട്ട് നമുക്ക് ബാങ്കിൽ ഇടാം എന്ന്. ഉണ്ണി ഗണപതി കുട്ടിയല്ലേ, ചില സമയം ഉണ്ണി ഗണപതി കുട്ടിയാവും. അപ്പൊ വടക്കുംനാഥൻ പറഞ്ഞു, മോനെ വേണ്ട, ഒരു നയാ പൈസ പോലും ബാക്കിയില്ലാതെ തട്ടിപ്പു സംഘങ്ങൾ അതെല്ലാം കവർന്നെടുത്തു കൊണ്ടുപോകും എന്ന് വടക്കുംനാഥൻ ഉത്തരം നൽകി. ഞാൻ അമ്മമാരോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, എന്തുകൊണ്ട് ഇത് ക്ഷേത്രങ്ങളിൽ സംഭവിക്കുന്നു? എന്തുകൊണ്ട് ക്ഷേത്രങ്ങളിൽ നിങ്ങൾ നാണയക്കുട്ടകൾ ഒരുക്കിയെടുത്തുകൊണ്ട് നിങ്ങൾ കൊണ്ടുപോയി കാണിക്കർപ്പിക്കുന്ന ദേവീ ദേവന്മാർ നമുക്ക് സൂചന നൽകുകയാണ്, ഇതാ ഇവിടെ വരെ എത്തിയിരിക്കുന്നു എന്നുള്ളത്. അപ്പൊ നാരായണീയ സമിതിയുടെ ധർമ്മം എന്താണ്? നാരായണീയ സമിതിയിൽ ഞാൻ പറയേണ്ട കാര്യമില്ല. നിങ്ങൾ ഇതിനേക്കാൾ ശ്ലോകം അറിവുള്ളവരാണെങ്കിൽ കൂടി ഒരൊറ്റ ശ്ലോകം ഞാൻ തൊടാൻ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെയാണ് പറയുന്നത്, ഓം നമോ നാരായണ
ഓരോ അമ്മമാരും ഹൃദയത്തിലേക്ക് ആവാഹിച്ചെടുത്തിരിക്കുകയാണ്. ഞാൻ ഫിലിസ്റ്റാർ ജയസൂര്യോട് പറഞ്ഞു, എന്റെ അമ്മമാർ ഇവിടെ ജപമന്ത്രങ്ങൾ ഉരുക്കഴിക്കുകയാണ്. ഫിലിസ്റ്റാർ ജയസൂര്യൻ പറഞ്ഞു, 9:15 എനിക്ക് പോണം, ഞാൻ തലേ ദിവസം വരും, വന്നിവിടെ താമസിക്കും. ശോഭ ചേച്ചി വന്നാലും വന്നില്ലെങ്കിലും 9:15 ഞാൻ ഇവിടെ നിന്ന് തിരിച്ചു പോകും. എല്ലാം നിർത്തിവെച്ചിട്ടാണ്, ഷൂട്ടിംഗ് നിർത്തിവെച്ചിട്ടാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞു. കസേരയിൽ ഇരിക്കുന്നത് വരെ നിങ്ങളുടെ എല്ലാം ഉണ്ണിയായിട്ടുള്ള ജയസൂര്യന് ആഗ്രഹമുണ്ടായിരുന്നു ഇവിടെ നിന്ന് എനിക്ക് പോകണം എന്ന്. എന്നാൽ നിങ്ങളുടെ നാരായണീയ മന്ത്രധ്വനികളും ഇവിടെ ഈ ദൃശ്യവും അതിനുശേഷം കൃഷ്ണൻ ഓടി അരികിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ഞാൻ ചെന്ന് ചോദിച്ചു, പ്രസംഗം കഴിഞ്ഞിട്ടല്ലേ പോണത് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, എന്താണ്, ഞാൻ സെറ്റിലേക്ക് മെസ്സേജ് കൊടുത്തു കഴിഞ്ഞു എന്ന് അദ്ദേഹത്തിന് പറയാൻ സാധിച്ചുവെങ്കിൽ അത് സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ അമരമായിട്ടുള്ള മന്ത്രങ്ങൾ ജപിക്കുന്നതിന്റെ നിങ്ങളോടൊപ്പം ചേർന്ന് നിന്നതിന്റെ ലക്ഷ്യമാണ് എന്ന് പറയാൻ ഞാൻ ഈ സമയത്ത് ഉപയോഗപ്പെടുത്തുകയാണ്. സന്യാസി ശ്രേഷ്ഠന്മാരുടെ വേദിയാണ്. എന്നിരുന്നാലും ഈശാവാസ്യമിതം സർവം, ഈ പ്രപഞ്ചം മുഴുവൻ എന്താണ്, ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നതാണ് എന്ന് ഉപനിഷത്ത് വാക്യമുണ്ട്. അപ്പൊ എന്താണ്, അഹം ബ്രഹ്മാസ്മി തത്വമസി, ഞാൻ തന്നെയാണ് നിങ്ങളും. ആരാണ് ഞാൻ? ഞാൻ എന്ന് പറയുന്നത് സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ നേതൃത്വത്തിൽ തളർന്നിരുന്ന അർജുനനോട് പറഞ്ഞ, നീ നിന്റെ കർമ്മം ചെയ്തില്ലെങ്കിൽ, നീ ഉണർന്നിരിക്കില്ലെങ്കിൽ, നീ നിന്റെ മുന്നിൽ നിൽക്കുന്നവര് അപ്പൂപ്പന്മാരാണെന്നും നിന്റെ മുന്നിൽ നിൽക്കുന്നവർ കൗരവ പ്രമാണിമാരുടെ ബന്ധത്തെ കുറിച്ച് പറഞ്ഞ് നീ ശോകമുഖനായി ഇരുത്ത മൂഢനായി നീ നേതൃത്വത്തിൽ തളർന്നിരുന്നാൽ നിന്റെ കുലസ്ത്രീയായിട്ടുള്ള നിന്റെ പാഞ്ചാലിയുടെ വംശം പോലും ഉണ്ടാകില്ല എന്നതിന്റെ സൂചനയായിട്ടാണ് മഹാവിഷ്ണുവിന്റെ പൂർണ്ണ രൂപം അർജുനന് കാണിച്ചു കൊടുത്തത്. വിഷാദ രോഗമായിരുന്നു അർജുനന്. ആ വിഷാദ രോഗത്തിൽ നിന്ന് അർജുനൻ ഉണർന്നെണീറ്റത് കൊണ്ടാണ് കുരുക്ഷേത്ര യുദ്ധത്തിൽ ധർമ്മത്തിന് വിജയം ഉണ്ടായത്. ആ ധർമ്മത്തിന് വിജയം ഉണ്ടാകാൻ വേണ്ടി അമ്മമാർ ഓരോരുത്തരും ഇവിടെ നാരായണീയം ജപിച്ച് വീട്ടിൽ പോയാൽ വീടിന്റെ തൊട്ടടുത്ത് MDMA മയക്കുമരുന്ന് അടിച്ച് 13 വയസ്സുള്ള 12 വയസ്സുള്ള കുട്ടി അവൻ മൃതപ്രായമായിട്ട് നടക്കുന്നുണ്ട്. ഈ വൈകുണ്ഠാമൃതം കഴിഞ്ഞാൽ നിങ്ങൾ പുറം ലോകത്തേക്ക് ഇറങ്ങുമ്പോൾ അമ്മയാരാണ്, സഹോദരിയാണ് എന്നറിയാതെ കുട്ടികൾ മയക്കുമരുന്ന് രോഗിയുടെ നീരാടി പിടുത്തത്തിൽ നിൽക്കുന്നുണ്ട്. അവൻ വായിക്കണ്ടേ നാരായണീയം? അവൻ പഠിക്കണ്ടേ നാരായണീയം? അവൻ നാരായണീയത്തിന്റെ സമിതിയിലെ അമ്മമാർ വരുമ്പോൾ 1 മണിക്കൂർ ഞാൻ ചിലവഴിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ യുവാക്കളും യുവതിയും നിങ്ങളോടൊപ്പം നടന്നു വരണ്ടേ? അതായിരിക്കണം നാരായണീയത്തിന്റെ അഖില ഭാരതീയ നാരായണീയ സമിതിയുടെ വിജയം. അതെന്ത് പറയണം എനിക്കറിയില്ല, ഞാൻ പറയുകയാണ്. ഇവിടെ നിങ്ങളുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ആദരണീയനായിട്ടുള്ള മോഹൻജി ഒരു സ്ഥലത്ത് നാരായണീയ സമിതിക്ക് ഒരു കെട്ടിടം കെട്ടണം. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ഹരിചേട്ടൻ ഹരികേരൻ ശിവൻ ഹരികേരൻ ഒരു സ്ഥലത്ത് നാരായണീയ സമിതിക്ക് ഒരു കെട്ടിടം ഉണ്ടാക്കണം. പൈസ എങ്ങനെ ഉണ്ടാക്കുമെന്നതിനെ കുറിച്ച് എന്നോട് ചോദിക്കണ്ട, അത് ഉണ്ടാക്കണം. ഉണ്ടാക്കിയിട്ട് മാതൃക കാണിച്ചുകൊണ്ട് ശശിയേട്ടനോട് പറയണം, ഓരോ ഗ്രാമങ്ങളിലും ഗ്രന്ഥശാലകൾ, ഗ്രാമീണ വായനശാലകൾ ഉണ്ടല്ലോ, ആ വായനശാലയ്ക്ക് തുല്യമായിട്ട് ഈ ഭക്തി പഠിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള കേന്ദ്രങ്ങൾ പടുത്തുയർത്തണം ഈ കേരളത്തിന്റെ മണ്ണിൽ. അങ്ങനെയുള്ള കേരളത്തിൽ സനാതന ധർമ്മത്തിന്റെ മൂല്യങ്ങൾ തീരുമാനിക്കാൻ നാരായണീയ സമിതിയുടെ ആളുകൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ ഭഗവാൻ പറയുകയാണ്, മനുഷ്യ ശരീരമുണ്ടല്ലോ, നമ്മുടെ ശരീരം, ആ ശരീരത്തെ ക്ഷേത്രം എന്നാണ് വിളിക്കുന്നത്. ഇതിലിരിക്കുന്ന ആത്മാവിനെ ക്ഷേത്രജ്ഞൻ എന്നാണ് പറയുന്നത്. ശരിയല്ലേ? അമ്മമാരെ പഠിച്ചിട്ടുണ്ട്. അപ്പോ ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രനിത്യ ഭീതിയതേ ഏതൊക്കെയോ വ്യക്തികം പ്രാഹു ക്ഷേത്രജ്ഞ ഇതി തദ്വിത. അങ്ങനെയല്ലേ പറഞ്ഞത് കൃഷ്ണൻ? അപ്പൊ എന്താ അർത്ഥം? മനുഷ്യ ശരീരത്തെ ഭഗവാൻ ക്ഷേത്രം എന്ന് പറയുന്നു. ഈ പ്രപഞ്ചത്തിൽ സർവ്വജീവജാലങ്ങളും പ്രകടമാകുന്നത് ശരീരത്തിലൂടെയാണ്. ഏതാണ് ശരീരം? ആ ശരീരം നശ്വരമാണ്. അങ്ങനെയാണ് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ കൃഷ്ണൻ അർജുന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത്. എന്താണ് ശരീരം?
ശീലം എന്നാൽ മാറ്റം എന്നർത്ഥം. ശരീരം മാറ്റത്തിന് വിധേയമാണ്. ഇവിടെ ഇരിക്കുന്ന അമ്മമാര് 13 വയസ്സ്, 16 വയസ്സ്, 18 വയസ്സ്, 25 വയസ്സൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോ കാണുമ്പോ അന്നത്തെ ആ സുന്ദരമായിട്ടുള്ള മുഖമാണ്. ഞാൻ രാഷ്ട്ര കോളേജിൽ പഠിക്കുമ്പോഴുള്ള 17 വയസ്സുള്ള ആളാണോ 51 വയസ്സുള്ള ശോഭാസുരനല്ല. ശരീരം മാറ്റത്തിന് വിധേയമാകും. 10 വർഷം കഴിഞ്ഞ് 20 വർഷം കഴിഞ്ഞിട്ടും ആ മാറ്റത്തിന് വിധേയമായിട്ടുള്ള ശരീരം കൊണ്ട് കർമ്മം എങ്ങനെ ചെയ്യണമെന്നാണ് സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ നമ്മുടെ അർജുനനോട് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, ശരീരം മാറ്റത്തിന് വിധേയമാണ്. അതിനകത്തുള്ള സൂക്ഷ്മ തത്വമായിട്ടുള്ള ആത്മാവുണ്ടല്ലോ, അത് അനശ്വരമാണ്. അതിനെയാണ് ഭഗവാൻ ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നത്. ക്ഷേത്രത്തിലെ മൂർത്തി ഈ സൂക്ഷ്മ ശരീരത്തിനെ പ്രതിനിധാനം ചെയ്യുന്നു. എന്തിനാ അമ്പലത്തിൽ പോണത് എന്ന് യേശുവിനെ ചോദിച്ചില്ല. ആ ചോദ്യത്തിന് ഉത്തരം, അമ്പലത്തിൽ ക്ഷേത്രജ്ഞനുണ്ട്. ഈ സങ്കല്പത്തിൽ ഭാരതത്തിലെ ക്ഷേത്രങ്ങൾ വിഭാവന ചെയ്തിട്ടുണ്ടെങ്കിൽ ഗാത്രരൂപത്തിലുള്ള ക്ഷേത്രവും വിഗ്രഹരൂപത്തിലുള്ള ക്ഷേത്രജ്ഞനും അതിൽ കുടികൊള്ളുന്ന പരമാത്മ ചൈതന്യവും ചേർന്നതാണ് നമ്മുടെ ഗുരുവായൂരപ്പനും ഏറ്റുമാനൂരപ്പനും കൊട്ടാരക്കണ ഗണപതിയും കാടാമ്പുഴ ഭഗവതിയും ചോറ്റാനിക്കരമ്മയും കൊടുങ്ങല്ലൂരമ്മയും അങ്ങ് പോയാൽ പറശ്ശിനിക്കടവ് മുത്തപ്പനും 51 മഹാക്ഷേത്രങ്ങൾ. പണമുള്ള, രത്നങ്ങളുള്ള, സ്വർണ്ണങ്ങളുള്ള, വെള്ളികളുള്ള 51 ക്ഷേത്രങ്ങൾ. അപ്പോ ഒരു മനുഷ്യ ശരീരത്തിന് നമുക്ക് മുന്നോട്ട് പോകുന്നത് പോലെ തന്നെ അതിനേക്കാൾ സൂക്ഷ്മമാണ് ബ്രഹ്മത്തിന്റെ ബഹിസ്ഫുരണങ്ങൾ നിലനിൽക്കുന്ന ക്ഷേത്രാങ്കണങ്ങൾ. അപ്പോ ക്ഷേത്രത്തിലെ യോഗ കണ്ട് പോയാൽ പറ്റുമോ? ക്ഷേത്രത്തിൽ തിരുമേനിയുടെ കയ്യിലിരിക്കുന്ന ഓരോ പുഷ്പത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രൗഢിയുണ്ട്, തന്ത്രമുണ്ട്. ആ തന്ത്രവിദ്യക്കനുസരിച്ചുകൊണ്ട് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ മുഖത്ത് നോക്കിക്കൊണ്ട് സനാതന ധർമ്മം എന്ന് പറയുന്ന ഒന്നില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തിക്കുന്ന സ്ത്രീയാണ്. ഞാനാണോ പ്രതികരിക്കേണ്ടത്? അല്ല. നാരായണീയ സമിതി, അഖില ഭാരതീയ നാരായണ സമിതി പറയണം, ശോഭാ സുരേന്ദ്രൻ നിങ്ങൾ ബിജെപിക്കാരിയായിരിക്കാം, പക്ഷേ ക്ഷേത്രത്തെ തൊട്ട് കളിച്ചാൽ വിവരമറിയുമെന്ന് പറയാൻ അഖില ഭാരതീയ നാരായണീയ സമിതിക്ക് ഭാവിയിൽ സാധിക്കണം. അതേത് മുഖ്യമന്ത്രിയാകട്ടെ, ഏത് പ്രതിപക്ഷ നേതാവാകട്ടെ, ഏത് ബിജെപിയുടെ നേതാവാകട്ടെ, അമ്മമാർ പറയണം, നിങ്ങൾ വരയ്ക്കുന്ന വരയിലൂടെയായിരിക്കണം കേരളത്തിലെ രാഷ്ട്രീയ പ്രമാണിമാർ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള പ്രതിജ്ഞയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നാരായണീയ സമിതിയുടെ അമ്മമാരെ ഏറ്റെടുക്കേണ്ടത് എന്നാണ് എനിക്കിവിടെ നിങ്ങളുടെ മുന്നിൽ പറയാനുള്ളത്. ഞാനൊക്കെ സംസ്കൃതം പഠിക്കാത്ത ആളാണ്. മഹാരഥന്മാർ ഈ വേദിയിരിക്കുകയാണ്. പക്ഷേ എന്നെ സംസ്കൃതം പഠിപ്പിച്ചത് വായിക്കാൻ മാത്രമേ എനിക്കറിയൂ. അതിന്റെ അർത്ഥം അറിയുന്ന ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കാനേ എനിക്കറിയൂ. ഉള്ളത് ഇല്ലാതാക്കിയിട്ടും ഇല്ലാത്തതുള്ള ഉള്ളതാക്കിയിട്ടും പറയാൻ, പ്രൗഢി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ സംസ്കൃത അക്ഷരം പഠിക്കാതെ എന്നോട് പറഞ്ഞു, ചൊല്ലണം. എന്താണ്? ഭഗവത്ഗീത ചൊല്ലണം. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ കാര്യം? സ്വാമിജി പറഞ്ഞു, ചൊല്ലിയാൽ മോക്ഷം കിട്ടും. എങ്ങനെ മോക്ഷം കിട്ടും? അത് രാവിലെ ഭഗവത്ഗീത ചൊല്ലാത്തവരോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ലല്ലോ. ഇപ്പൊ ഒരു കഥ, അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇത്രയും സമയം എടുക്കാൻ പാടില്ലാത്തതാണ്. എല്ലാവരോടും സമയം അധികരിക്കുന്നതിൽ ഞാൻ തീർച്ചയായിട്ടും തെറ്റാണെങ്കിലും കൂടി ഒരു കഥ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. എങ്ങനെയാണ് മോക്ഷം കിട്ടുക? മോക്ഷം കിട്ടുക, ഒരു കുട്ടി എന്നോട് പറഞ്ഞു, എന്റെ തന്നെ വേണ്ടപ്പെട്ട ഒരു കുട്ടി എന്നോട് പറഞ്ഞു, ഇതൊക്കെ ഉണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു, ഉണ്ട്. എന്താ തെളിവ്? അപ്പൊ ഞാനെന്ന് പറഞ്ഞതറിയുമോ? എന്താണ്? കണ്ണടച്ചിട്ടൊന്ന് ജപിക്കുക. എന്ത് ജപിക്കുക? ഓം സിന്ദൂരാണ വിഗ്രഹം തൃണയാം മണിക്യമൗലീസ്ഫുരത്താരാനായക ശേഖരം സ്മിതമുഖീമോപീനക്ഷോരുഹം പാണിപ്യാമണി പുകരന്ന ദശകം രക്തോൽപലം വിപ്രതീം സൗമ്യാരത്ന ഗണത്തരക്തചരണം ന്യായേ പരാമംബിക എന്ന് പറയുന്ന ശ്ലോകം അരമണിക്കൂർ ഇരുന്നാണ് ജപിക്കുക. അപ്പൊ മനസ്സിലാവും, ഒരു വർഷം ജപിക്കുക. എന്നിട്ട് മതി തർക്കം എന്ന് ആ ചെറുപ്പക്കാരനായിട്ടുള്ള കുട്ടിയോട് ഞാൻ പറഞ്ഞപ്പോ, ജപിക്കും അവൻ. ജപിക്കാൻ വേണ്ടി സമയം കണ്ടെത്തോ? സിനിമയ്ക്ക് പോകാൻ സമയമുണ്ട്, ക്രിക്കറ്റ് കളി കാണാൻ സമയമുണ്ട്, ഫുട്ബോൾ കളി കാണാൻ സമയമുണ്ട്. അപ്പൊ ജപത്തിന്റെ മന്ത്രത്തിന്റെ അക്ഷരങ്ങളെ കുറിച്ച് ഇവിടെ പ്രാർത്ഥിക്കുകയും ജപിക്കുകയും ചെയ്യുന്ന ആളുകൾ പറയുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് മാത്രമാണ് സംശയമെങ്കിൽ ആ സംശയ ദൂരീകരണത്തിന് എന്റെ പ്രിയപ്പെട്ട നാരായണീയ സമിതിയിലെ അമ്മ
നാട് നന്നാക്കാനുമാണ് ഈ നാരായണീയ സമിതിയുടെ പ്രവർത്തനം എങ്കിൽ ഒരു ചെറിയ കാര്യം പറഞ്ഞ്, തമാശയാണ് അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒരു നാട്ടിലെ പ്രമുഖമായ ക്ഷേത്രത്തിൽ ഒരു കള്ളൻ കയറി. കള്ളൻ കയറിയപ്പോ തിരുവേദി കയറുന്നത് പോലെയല്ലോ കള്ളന്റെ പോക്ക്. തിരുവേദി ക്ഷേത്രത്തിനകത്തേക്ക് കയറുമ്പോ വിഗ്രഹത്തിന് മുന്നിൽ നമസ്കരിക്കും അല്ലെ, എന്നിട്ടല്ലേ ഗുരുവായൂരപ്പനെ കുളിപ്പിക്കാൻ തുടങ്ങുക. ആദ്യം അവിടെ ചെന്ന് അമ്പലം ചൊല്ലി അതെല്ലാം പ്രത്യേക ചിത്രങ്ങളുണ്ട്. എന്നാൽ കള്ളൻ അമ്പലത്തിൽ കയറി ആ വിഗ്രഹം ഒട്ടിച്ചു. ഓടി പുറത്തേക്ക് ഇറങ്ങിയാണ്. അർദ്ധരാത്രി 12 മണിയാണ്. ഓടി പുറത്തേക്ക് ഇറങ്ങുമ്പോ ആ മണി തലയിലടിച്ചു. വലിയ ശബ്ദം ഉണ്ടായി. നാട്ടുകാരെല്ലാവരും ഓടിക്കൂടി. എല്ലാവരും ഓടിക്കൂടി കള്ളനെ പിടിക്കാൻ. ആരോഗ്യത്തിനായിട്ടുള്ള ചെറുപ്പക്കാരൻ കള്ളനെ പിടിച്ചു. അവൻ ആ നാട്ടിലെ ഏറ്റവും സൽസ്വഭാവിയായിട്ടുള്ള ചെറുപ്പക്കാരനായിരുന്നു. അവൻ കള്ളനെ പിടിച്ചപ്പോ കള്ളൻ അറിയുന്നത് കടാര ഊരിയെടുത്ത് ഒരൊറ്റ വീശാണ്. ആ വീശ് നെഞ്ചിലൂടെ തുറഞ്ഞു കയറിയിട്ട് മൃതപ്രായനായിട്ട് ആ മനുഷ്യൻ താഴെ വീണു. അപ്പൊ കൂടി നിൽക്കുന്നവരെ മുഴുവൻ വേദനിച്ചു. അവര് പറഞ്ഞു, അയ്യോ ഞങ്ങളുടെ സഹോദരനെ രക്ഷിക്കണം, ആശുപത്രി കൊണ്ടുപോകണം. നിൽക്കുന്ന ആരുടെ കയ്യിലും പൈസ ഇല്ല. അപ്പൊ കള്ളം പറഞ്ഞു, ഉദാരമതിയായിട്ട് കള്ളൻ അഭിനയിച്ചു. എന്നിട്ട് കള്ളം പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, ഞാൻ കൊണ്ടുപോയിക്കോളാം ആശുപത്രിയിൽ, എല്ലാ ചെലവും ഞാൻ എടുത്തുകൊള്ളാം. അവരുടെ വീട്ടിലേക്ക് മാസം 10,000 രൂപ അത് ഞാൻ കൊടുത്തുകൊള്ളാം എന്ന് കള്ളം പറഞ്ഞപ്പോ കള്ളനെ തല്ലാനായിട്ടും പിടിക്കാനായിട്ടും ഓടിക്കൂടിയ മുഴുവൻ മനുഷ്യരെയും മനസ്സൊന്ന് നടത്തു. എന്നിട്ട് പറഞ്ഞു, എന്തൊരു നല്ല കള്ളൻ. അങ്ങനെ ആ ചെറുപ്പക്കാരനെ ആശുപത്രിയിലേക്ക് എല്ലാവരും ചേർന്ന് കൊണ്ടുപോകുമ്പോ കള്ളൻ അടിച്ചു മാറ്റിയ വിഗ്രഹവുമായിട്ട് സ്ഥലം വിട്ടു. അതാണ് നാരായണ സമിതി. അമ്മമാർ ശ്രദ്ധിക്കുക, നിങ്ങൾ നാരായണീയ സമിതിയുടെ പാരായണവുമായിട്ട് നാട് നീളെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾ വരയ്ക്കുന്ന വരയിൽ ഈ ക്ഷേത്രങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് തന്ത്രിമുഖ്യന്മാരും സന്യാസി പണ്ഡിതന്മാരും തീരുമാനമെടുക്കുന്ന വഴിയിലേക്ക് നിങ്ങളെക്കാൾ മന്ത്രം ചൊല്ലാൻ അറിയുന്ന ആളല്ല ഞാൻ. ആണോ? നിങ്ങളെക്കാൾ മന്ത്രം ചൊല്ലാൻ അറിയുന്ന ആളല്ല കേരളത്തിലെ മുഖ്യമന്ത്രി. നിങ്ങളെക്കാൾ മന്ത്രാക്ഷരങ്ങൾ ജപിക്കാൻ അറിയുന്ന ആളല്ല പ്രതിപക്ഷ നേതാവ്. അപ്പൊ നിങ്ങളാണ് 1-ാം സ്ഥാനത്ത്. എന്തിനാണ്? നിങ്ങൾ ഇതം നമമ, ഇതൊന്നും എന്റേതല്ല, രാഷ്ട്രായ സ്വാഹ. ഈ പോയിന്റിൽ നിന്നുകൊണ്ടാണ് അഖില ഭാരതീയ നാരായണീയ സമിതി പ്രവർത്തിക്കുന്നതെങ്കിൽ അത് സമൂഹത്തെ മുഴുവൻ പഠിപ്പിക്കാനുള്ള ചാലക ശക്തികളായിട്ട് എന്റെ അമ്മമാർക്ക് സാധിക്കട്ടെ എന്നും ദേവിയെ പൂജിച്ച, നമുക്കറിയാം വേദകാലം മുതൽ ദേവതാസങ്കല്പത്തിൽ ആരാധന നിലനിന്നിരുന്നുവെന്നും അവിടെ പഞ്ചഭൂതങ്ങളെയും തേജോശക്തിയായ സൂര്യനെയും പ്രാർത്ഥിച്ചിരുന്നുവെന്നും അന്നലക്ഷ്മിയും അർത്ഥലക്ഷ്മിയും അതുപോലെ തന്നെ ധനത്തിന്റെ ലക്ഷ്മിയും എല്ലാം നമുക്കുണ്ടായിരുന്നു എന്നുള്ളതും അറിയുമ്പോൾ സ്ത്രീ അമ്മ പിന്നിലല്ല. അമ്മ എവിടെയാണ്? അമ്മ മുന്നിലാണ്. നിങ്ങളാണ് നിങ്ങളുടെ മകനെ ഡോക്ടറാക്കിയത്. നിങ്ങളാണ് നിങ്ങളുടെ മകനെ എഞ്ചിനീയർ ആക്കിയത്. നിങ്ങളാണ് നിങ്ങളുടെ നാട്ടിലെ കുട്ടിയെ അവനെ പഠിക്കാൻ പൈസ കൊടുത്ത് അവനെ നല്ല 1-ാം തരം കർഷകനാക്കിയത്. എങ്കിൽ അമ്മയാണെല്ലാം, സർവസ്വവും അമ്മയാണ്. ഈ ഭാരതം എന്ന് പറയുന്ന നമ്മുടെ അമ്മയുടെ ഹിമാലയ സാനുക്കളിൽ ശാസ്ത്രജ്ഞന്മാർ പരീക്ഷണം നടത്തിയപ്പോ അവിടെ ദൈവചൈതന്യം കണ്ടുവെന്ന് ഇന്റർനാഷണൽ, അതായത് നമ്മുടെ രാജ്യത്തിന്റെ പുറത്തുള്ള അമേരിക്കയിലെയും ജപ്പാനിലെയും ബ്രിട്ടനിലെയും ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തി. ആ ചൈതന്യം എന്താണ്? കെമിസ്ട്രി പഠിച്ച് PhD എടുത്തവർ അറിയുന്നില്ല. ഫിസിക്സ് പഠിച്ച് PhD എടുത്തവർ അറിയുന്നില്ല. വലിയ വലിയ ശാസ്ത്രജ്ഞന്മാർക്ക് അറിയുന്നില്ല എന്തായിരുന്നു ആ പ്രകാശം, അറിയില്ല. ഹിമാലയ സാനുക്കളിലൂടെ യാത്ര നടത്തിയ രാമചന്ദ്രൻ മാഷിന്റെ പുസ്തകം വായിച്ചാൽ രാമചന്ദ്രൻ മാഷ് എഴുതിയിട്ടുണ്ട്, ഈശ്വരനുണ്ട്, ഞാൻ അപ്സരസുകളെ കണ്ടിട്ടുണ്ട്. എവിടെ? ഹിമാലയ യാത്രയിൽ എന്ന് പറയുമ്പോ പുച്ഛിക്കാനും കളിയാക്കാനും ഒരു വിഭാഗം ആളുകൾ ഉണ്ടാകും. എന്നാൽ ചൈതന്യത്തെ തിരിച്ചറിയാൻ സാധിക്കാത്തവരുടെ മുന്നിൽ നിങ്ങൾ, ഞാൻ ഉൾപ്പെടെയുള്ള മുഴുവൻ മനുഷ്യർക്കും നല്ല സന്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഈ നാരായണീയ സമിതിയെ കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അങ്ങനെ അതിന് കേന്ദ്രങ്ങളും അതിന്റെ പ്രവർത്തനങ്ങളും ഉണ്ടാക്കിയെടുക്കുകയും ലോകം മുഴുവൻ ഇതിന്റെ കുടക്കീഴിലേക്ക് വരട്ടെ എന്നും ലോകാസമസ്ത സുഖിനോ ഭവതു എന്നുള്ള ആപ്തവാക്യം അത് നമ്മൾ ജപിക്കുകയും പ്രാർത്ഥിക്കുകയും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകൾക്കും സർവേ സുഖിന സന്തു സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖമാപ്നുവേദ് എന്നുള്ള ആ മംഗള ശ്ലോകത്തിലൂടെ സാക്ഷാൽ ഗുരുവായൂരപ്പൻ
നമ്മളോടൊപ്പം നമ്മളിൽ എന്നും ഊർജ്ജമായിട്ട് നിലനിൽക്കാൻ ഇതിന്റെ മുഴുവൻ സംഘാടകർക്കും നിങ്ങളുടെ സന്നിവേശിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. സമയം അധികം എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മൈക്ക് കണ്ടാൽ കുറച്ച് സമയം കൂടും എന്ന് സംഘാടകരോട് അറിയിച്ചിരുന്നു. എന്റെ അമ്മമാർക്കും സഹോദരിമാർക്കും സ്നേഹപൂർവ്വം നന്ദി, നമസ്കാരം. വന്ദേ മാതരം. ഹരേ കൃഷ്ണ. വൈകുണ്ഠാമൃതം പരിപാടിയിലെ എല്ലാ ദിവസവും നമ്മൾ പ്രത്യേക പൂജകൾ സംഘടിപ്പിച്ചിരുന്നു.